പൊതുവെ ഒറ്റയ്ക്ക് കറങ്ങാൻ പോകാനും ഒറ്റയ്ക്ക് ഷോപ്പിങ്ങിന് പോകാനും ഒക്കെ ഇഷ്ടമാണെങ്കിലും കുറച്ച് നാളായിട്ട് എപ്പോഴും എൻ്റെ കൂടെ ആരെങ്കിലും ഉണ്ടാവാറുണ്ട്. ഹായ്, ദിസ് ഈസ് ഗൗരി, എ 24-year-old who loves documenting little things in her life. അപ്പൊ പറഞ്ഞു വരുന്നത്, ഇന്ന് എൻ്റെ കൂടെ വരാൻ ആരുമില്ലായിരുന്നു, ബട്ട് ഐ റിയലി വാണ്ടഡ് ടു ഗോ ഔട്ട്. ആദ്യം ഒറ്റയ്ക്ക് പോകാൻ നല്ല മടിയുണ്ടായിരുന്നെങ്കിലും പിന്നെല്ലാം പോയി കഴിഞ്ഞ് വന്നപ്പോൾ എനിക്ക് തന്നെ തോന്നി ഇറ്റ് വാസ് ബെറ്റർ ഗോയിങ് എലോൺ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒറ്റയ്ക്കാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഇഷ്ടമുള്ള ടൈമിൽ നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. പിന്നെ നമ്മൾ കുറേ കാര്യങ്ങൾ പഠിക്കുകയും ചെയ്യും. ഇങ്ങനെ ഒറ്റയ്ക്ക് കഫേയിലൊക്കെ പോയി ഫുഡ് കഴിക്കുന്നതിനൊന്നും എനിക്ക് വലിയ പ്രശ്നമില്ലെങ്കിലും ട്രെയിനിലൊക്കെ ട്രാവൽ ചെയ്യാനും അങ്ങനെയൊക്കെ ഒറ്റയ്ക്ക് പോകാന്ന് പറയുന്നത് കുറച്ച് പേടിയുള്ള കാര്യമായിരുന്നു. അക്കാര്യത്തിൽ ഐ ആം സോ ഗ്രേറ്റ്ഫുൾ ടു മൈ ബെസ്റ്റ് ഫ്രണ്ട് ഫോർ എൻകറേജിങ് മീ ടു സ്റ്റെപ്പ് ഔട്ട് ഓഫ് മൈ കംഫർട്ട് സോൺ. ആദ്യമൊക്കെ ഒറ്റയ്ക്ക് പോകുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നിയാലും പിന്നെ യു വിൽ സ്റ്റാർട്ട് എൻജോയിങ് യുവർ ഓൺ കമ്പനി. അതവിടെ നിൽക്കട്ടെ, ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫൈനലി ഐ വെന്റ് ടു ദിസ് ക്യൂട്ട് ലിറ്റിൽ ഷോപ്പ്. പൊതുവേ ഫിക്ഷണൽ ബുക്കിനോട് വലിയ താല്പര്യമില്ലെങ്കിലും അവിടെ ഒരു ബുക്ക് ഇരുന്ന് കണ്ടപ്പം ജസ്റ്റ് ഒന്ന് എടുക്കാൻ തോന്നി. സത്യം പറയാലോ, ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രം എടുത്തതാണ്. പക്ഷേ ഐ എൻഡഡ് അപ്പ് റീഡിങ് ഇറ്റ്. കുറച്ച് പേജേ വായിച്ചോളെങ്കിലും എന്താണെന്നറിയത്തില്ല, ഒരു സന്തോഷം. അങ്ങനെ ബുക്ക് വായിച്ചിരുന്നപ്പോഴത്തേനും ഞാൻ ഓർഡർ ചെയ്ത സാധനങ്ങളെല്ലാം എത്തി. ഞാൻ ഈ ഷോപ്പിലേക്ക് വരുന്നതിന് മുന്നേ മൈജിയിൽ പോയായിരുന്നു. ഒറ്റയ്ക്ക് പോകുന്നത് കൊണ്ടും എനിക്ക് ഈ ഇലക്ട്രോണിക് ഡിവൈസസിനെ പറ്റി വലിയ വിവരം ഇല്ലാത്തത് കൊണ്ടും നല്ല പേടിയുണ്ടായിരുന്നു. മോശം സാധനം മേടിച്ചാൽ നമുക്ക് തന്നെയാണല്ലോ നഷ്ടം. അതുകൊണ്ട് കാര്യങ്ങൾ വിശദമായിട്ട് ചോദിച്ച് മനസ്സിലാക്കി മേടിച്ചു. ഇതിപ്പം ഞാൻ ഒറ്റയ്ക്കല്ല പോയെന്നുണ്ടെങ്കിൽ ഞാൻ വാ തുറക്കില്ലായിരുന്നു. ഇതൊക്കെയാണ് ഒറ്റയ്ക്ക് പോയുള്ള ഗുണങ്ങൾ. വല്ലതൊക്കെ പഠിക്കും. എന്നാ ഇനി പിന്നെ കാണാം.